പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ. തൊട്ടടുത്ത ദിവസം പൂർത്തിയായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കൊട്ടാരം MES കോളേജിൽ നിന്നുള്ള കാഴ്ചകളാണ്. മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും: മലപ്പുറം ജില്ലയിൽ ശക്തമായ UDF തരംഗം ആഞ്ഞുവീശിയിരിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ പിണറായി സർക്കാരിൻ്റെ തെറ്റായ ജനദ്രോഹ നടപടികൾക്കെതിരെ ഇവിടുത്തെ വോട്ടർമാർ UDFന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് ശക്തമായ പ്രതിഷേധം ത്രിതല തെരഞ്ഞെടുപ്പിലൂടെ രേഖപ്പെടുത്തി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ആവേശകരമായ കാഴ്ചകളാണ് തൊട്ടുപുറകിലായിട്ട് കടന്നു വരാനുള്ളത്. ഓരോ സ്ഥാനാർത്ഥിമാർ അവരുടെ വിജയത്തെക്കുറിച്ചുള്ള വെരിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലൈവ് കാഴ്ചകളും മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം. മാറാക്കര പഞ്ചായത്ത് എത്ര വാർഡ്? 3-ാം വാർഡ്. എത്രയാണ് ലീഡ്? 568. മാറാക്കര പഞ്ചായത്തില് മാറാക്കര പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. 569 വോട്ടിന്. ഓക്കെ, അടുത്തത് എത്ര സീറ്റ് ഉണ്ട് മാറാക്കരയിൽ? 24. അതിൽ എത്ര UDF പിടിച്ച്? 18 സീറ്റ് UDF പിടിച്ചു. 18 സീറ്റ്. അപ്പൊ ഭരണങ്ങൾ പിടിച്ചു നിർത്താം. ഏതാ വാർഡ്? കൽപ്പഞ്ചേരി പഞ്ചായത്ത് ഏതാ വാർഡ്? 3-ാം വാർഡ്. എത്രയാണ് ഭൂരിപക്ഷം എന്നറിയോ? 519. ഓക്കെ, ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ? UDF ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അതിന്റെ മികവായിരിക്കും, അങ്ങനല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തായിട്ട് കൽപ്പഞ്ചേരി പഞ്ചായത്ത് അല്ലേ? കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ ഏതാ വാർഡ്? ഏതാ ആയിക്കോട്ടെ, ഏതാ വാർഡ്? ഏതാ? എത്ര ഭൂരിപക്ഷം? 600 വോട്ട്. 600 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ജനപ്രതിനിധി സാമിറ ഇടത്തരത്തിൽ. ഓക്കെ, നെക്സ്റ്റ് അവിടെ 9-ാം വാർഡ്. എത്രയാണ് ഭൂരിപക്ഷം? 129. ശക്തമായ മത്സരമായിരുന്നു, എന്നിട്ട് നമ്മൾ ജയിച്ചു കയറി. ഓക്കെ, ഈ സ്ഥാനാർത്ഥിമാരുണ്ടോ? ഇല്ലില്ല, ഇത് കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ്. മുൻ മെമ്പറാണ്. ഓക്കെ ഓക്കെ. കൽപ്പഞ്ചേരി ഭരണസമിതിയിൽ ഇരുന്ന 3 ആളുകളെ നമ്മൾ തള്ളി. വളരെ സത്യമാണ്. ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് പിന്നീട് വന്നവർക്ക് ഇത്ര നല്ല വിജയം കൈവരിക്കാൻ കൂടുതൽ ഭൂരിപക്ഷത്തോടെ എല്ലാ വാർഡിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. കാരണം നമ്മള് പ്രതിനിധിച്ച് നമ്മൾ വിചാരിച്ച എല്ലാ വാർഡുകളും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കുറെ വാർഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും. എത്രാം വാർഡ്? 6-ാം വാർഡ്. 6-ാം വാർഡ്. എത്ര വോട്ട് ഭൂരിപക്ഷം? 400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് 400 വോട്ടിന്. പ്രിയമുള്ളവരെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് വളാഞ്ചേരിയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുള്ള കാഴ്ചകൾ. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. അത്രമേൽ UDF സംവിധാനം ഇവിടെ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തി എന്ന് വേണം പറയാൻ. ആദവനാട് പഞ്ചായത്തിൽ വൻ UDF മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ശക്തമായ പോരാട്ടത്തിൽ മുമ്പൊന്നുമില്ലാത്ത വിധം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് 24-ൽ 21 സീറ്റും നേടിയിട്ട് UDF വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത് 1-ാം വാർഡും അങ്ങനെ 2-3 വാർഡുകൾ ടാർഗറ്റ് SDPIയുടെ പ്രവർത്തകന്മാര് ഈ വാർഡ് ഞങ്ങൾ പിടിച്ചടക്കുമെന്ന വാശിയോടെ വന്നിട്ടുണ്ട്. അവരെ ഞങ്ങൾ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. 22 കഴിഞ്ഞ പ്രാവശ്യം 22 എന്ന് പറയുന്നത് ഇപ്പൊ 24 വാർഡ് ചെലൂര് ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായ പണം കൊണ്ടും കിറ്റ് കൊടുത്തിട്ടും ജനങ്ങളെ വിട്ടികളാക്കാമെന്നുള്ളതില്
അവരുടെ വ്യാമോഹത്തിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് 1-ാം വാർഡിലെ സുജേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവർത്തകൻ 478 വോട്ട്. ഇത് ചെറിയൊരു വിജയമല്ല, ഇതൊരു വലിയ ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ വലിയൊരു വിജയമാണ്. ഞങ്ങൾക്ക് അഭിമാനം അന്തസ്സും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ വൻ മുന്നേറ്റമാണ് UDF-ന്റെ. മലപ്പുറം ജില്ല തിരൂര് നഗരസഭ, വളാഞ്ചേരി നഗരസഭ, അതുപോലെ തന്നെ കോട്ടക്കല്, മലപ്പുറമൊക്കെ വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം മൊത്തത്തിലൊന്ന് പെരിന്തൽമണ്ണൊക്കെ വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇതിൽ മൊത്തത്തിലൊരു റിസൾട്ട് വരുന്നത് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ആഘോഷിക്കാം. ഇത് പിണറായി വിജയനുള്ള വലിയൊരു ശക്തമായ മറുപടിയും കൂടിയാണ്. ഞാൻ പാടിയൊരു പാട്ടുണ്ട്, കുറെ പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ആ സന്തോഷം കൂടി ഇവിടെ പങ്കുവെക്കാണ്. 4 വരി. ചങ്കായ ചിഹ്നം കോഴിയേ ചൊങ്കോട് നെഞ്ചിലെ അമ്മ ഉമ്മ പെങ്ങന്മാരെ കോണി ചിഹ്നം മറക്കല്ലേ. ചങ്കായ ചിഹ്നം കോഴിയേ ചൊങ്കോട് നെഞ്ചിലെ അമ്മ ഉമ്മ പെങ്ങന്മാരെ കോണി ചിഹ്നം മറക്കല്ലേ. ഈ 4 വരി പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കാം. പ്രിയമുള്ളവരെ, തൊട്ടുമുമ്പത്തെ കാഴ്ചയിലൂടെ മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാവും UDF പ്രവർത്തകരുടെ ആവേശം എവിടം വരെ എത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ എന്നുള്ളത്. വളാഞ്ചേരി കരിങ്കല്ലത്താണി 15-ാം ഡിവിഷൻ. 49. ശക്തമായ മത്സരം നടന്നൊരു ഏരിയ നടത്താം. ഓക്കെ. വളാഞ്ചേരി ടോട്ടൽ എങ്ങനെ? നല്ല പോലെ എത്ര സീറ്റുകൾ പിടിച്ചിട്ടുണ്ടോ? 29. ഭരണം ഇവിടെ അവസാനിപ്പിച്ച് 15 നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്രാവശ്യം. എത്ര ആവും പറയാമെന്ന് പറയും. 20 വർഷത്തെ LDF-ന്റെ കുത്തക ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF-ന്റെ കരുത്തിയ സ്ഥാനാർത്ഥി ബഹ്മാമി 49 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ത്രികോണ മത്സരം SDP-യുമായും LDF-ന് സ്വതന്ത്രമായി മത്സരിച്ച് ശക്തമായ മത്സരം ഉണ്ടായിട്ട് പോലും നമുക്ക് നല്ല വോട്ടിൽ ജയിക്കാൻ സാധിച്ചത് കേരളത്തിൽ അണിയടിക്കുന്ന LDF-നെതിരെയുള്ള തരംഗമാണ്. കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ 16-ാം വാർഡിലെ സ്ഥാനാർത്ഥി CP ജുബൈരിയ, UDF-ന്റെ സ്ഥാനാർത്ഥി. ഓക്കെ, അങ്ങനെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെ നേടാൻ സാധിച്ചത്? വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. കൂടെ നിന്ന് എല്ലാവരും വോട്ട് ചെയ്തു, നല്ല വിജയിപ്പിച്ചു. എല്ലാവരോടും വാർഡിലെ മൊത്തം ആളുകളുടെയും പിന്തുണ ഉണ്ടായത് കാരണം മാത്രമാണ് ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം. എല്ലാവർക്കും ഈ അവസരത്തിൽ എല്ലാവരോടും എതിർ പാർട്ടിക്കാരിൽ നിന്നും ഒരുപാട് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഏതാണ് പഞ്ചായത്ത്? ഇരുമ്പിളിയം പഞ്ചായത്ത്. എത്രയാണ് ഭൂരിപക്ഷം? 278 എന്ന് പറയണത്. 278, ഏകദേശം കണക്ക് 278 ആണ്. UDF സ്ഥാനാർത്ഥി. ഇരുമ്പിളിയം പഞ്ചായത്ത് ടോട്ടൽ എങ്ങനെയാണെന്ന് അറിയോ? UDF-നാണ്. ഇരുമ്പിളിയം പഞ്ചായത്ത് UDF-നാണ്. പൊതുവെ മലപ്പുറം ജില്ലയിൽ UDF തരംഗാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ UDF വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദവനാട് ഗ്രാമപഞ്ചായത്തിലുള്ള UDF പ്രവർത്തകർ ആഘോഷ പ്രകടനം നടത്തി മുന്നോട്ടു പോകുന്ന കാഴ്ചകളാണ്. അവരുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വോട്ടെണ്ണലും പൂർത്തിയായി 24 സീറ്റിൽ നിന്നും 21 സീറ്റ് കൈയടക്കിക്കൊണ്ട് UDF അഭിമാനത്തോടുകൂടെ അവനവൻ്റെ ഗ്രാമത്തിലേക്ക്, അവനവൻ്റെ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരികെ പോകുന്ന ആഘോഷ പ്രകടനമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവാക്കളെല്ലാം പ്രത്യേകം ഡ്രസ് കോഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാകകൾ വാനിൽ പാറിപ്പറത്തി അവർ അങ്ങനെ ആവേശഭരിതരായിട്ട് മുന്നോട്ടു പോകുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ വിജയിച്ച മുഴുവൻ UDF സ്ഥാനാർത്ഥിമാരും അണിനിരന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളാണ്. അതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു
മറ്റൊരു വീഡിയോ കാഴ്ചയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്. നിങ്ങൾക്കായി